അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരിസ്മാണ് ദുൽ ജലാലി വൽ ഇക്റാം എന്നത്. ആദരവും ഉന്നതിയുമുള്ളവൻ എന്ന് ഇതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 1100 പരിശുദ്ധമായ ഖുർആനിൽ 2 തവണയാണ് ഇത് വന്നിട്ടുള്ളത്. എല്ലാ മഹത്വവും ബഹുമതിയും നിരുപാധികമുള്ള സമ്പൂർണതയും ഉള്ളവൻ, സ്ഥാനം നിശ്ചയിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും ഉന്നതമായ പദവി ഉള്ളവൻ, ഏതൊരു സമ്പൂർണതയും അവന് മാത്രമാണ് ഉള്ളത്. ഏതൊരു ആദരവും അവനിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. ദാത്തിൻ്റെ മർത്തബയിൽ തന്നെ സർവസമ്പൂർണതയും ഒരുമിച്ച് കൂടിയവനാണ്. സർവസൃഷ്ടികളിലേക്കും അവനിൽ നിന്നാണ് ആദരവുകളും മഹത്വങ്ങളും ഒഴുകിയെത്തുന്നത്. എല്ലാ നിലക്ക് ആദരിക്കപ്പെടാനും ഉന്നതമാക്കപ്പെടാനും അർഹതപ്പെടുത്തിയവനാണവൻ. അതിനാൽ തന്നെ ഒരു നിലക്കും അവനെ നിഷേധിക്കപ്പെടുക എന്നത് സാധ്യമാകാത്ത കാര്യമാണ്. വിലായത്തിൻ്റെ അഹ്ലുകാരെ ദുനിയാവിൽ മഅരിഫത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ആദരിക്കുന്നവനാണ്. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ദർശനം കൊണ്ട്, ലിഖാ കൊണ്ട് ആദരിക്കുന്നവനാണ്. ഈ രൂപത്തിലെല്ലാം ഈ മഹത്തായ ഇസ്മുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കുള്ള ഉന്നതിയും ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരു വസ്തുക്കൾക്കും സ്വന്തമായ നിലക്ക് മഹത്വം ഇല്ല. അള്ളാഹു മഹത്വം കൊടുത്ത സർവവസ്തുക്കളും മഹത്വമുള്ളതാണ്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അവൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നവനാകണം. അള്ളാഹുവിന് ആദരവ് സമർപ്പിക്കുന്നവനാകണം. അള്ളാഹുവിന് ആദരവ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് മഹത്വം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് യോജിക്കാത്ത എല്ലാ പോരായ്മകളിൽ നിന്നും, സൃഷ്ടികൾക്ക് നിർബന്ധമാകുന്ന എന്നാൽ അള്ളാഹുവിനോട് യോജിക്കാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക. അള്ളാഹുവിന് ഉണ്ടാകൽ നിർബന്ധമായ എല്ലാ കാര്യങ്ങളെയും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക. അള്ളാഹുവിൻ്റെ കിതാബുകൾ, അള്ളാഹുവിൻ്റെ അസ്മാ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, മലക്കുകൾ, നബിമാർ, ഔലിയാക്കൾ, ഇവരെയൊക്കെ അള്ളാഹു ബഹുമാനിച്ചതാണ്. അപ്പോൾ അവകളെയൊക്കെ
ഓരോ സത്യവിശ്വാസിയും ബഹുമാനിക്കേണ്ടതുണ്ട്. അതെല്ലാം അള്ളാഹുവിന് ആദരവും ഉന്നതിയും സമർപ്പിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമ നിൽക്കുമ്പോൾ, ഉദാഹരണമായി നിസ്കരിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ, ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായ ഹൃദയത്തോടുകൂടെയായിരിക്കണം അവൻ നിൽക്കേണ്ടത്. അവൻ്റെ ഹൃദയം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അള്ളയല്ലാത്ത ഒരു വസ്തുക്കളിലേക്കും ഹൃദയം സഞ്ചരിക്കാത്ത രൂപത്തിൽ നിൽക്കുക എന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ പാത പിന്തുടരലിനെ തൊട്ട് സ്വന്തം ശരീരത്തെ പരിശുദ്ധമാക്കൽ, അള്ളാഹു നമുക്ക് അനുവദിച്ച കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളോട് ശരീരം പിന്തുടരുന്നതിനെ തൊട്ട് ശരീരത്തെ പരിശുദ്ധമാക്കൽ, ഇതൊക്കെ അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, സൃഷ്ടാവാണ് ആദരവും ഉന്നതിയുമുള്ളവൻ, അവനാണ് ദുൽ ജലാലി വൽ ഇക്റാം എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ ഗാംഭീര്യതയ്ക്ക് മുമ്പിൽ അവൻ ഭയപ്പാടോടുകൂടെയാണ് നിൽക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആദരവ് കൊണ്ട് അവൻ എല്ലാ നിലക്കും സന്തോഷിക്കുകയും ഒരു പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ളൊരു ജീവിതം, നന്ദിയുടെയും അഭയം തേടലിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിതം അവൻ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ദുൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മിനോട് ബന്ധം പുലർത്തൽ, അള്ളാഹുവിന് അങ്ങേയറ്റം താഴ്മയുള്ളവനാവുക, റബ്ബിൻ്റെ മുമ്പിൽ വളരെ നിന്ദ്യമായ രൂപത്തിൽ, നിസ്സാരനായ രൂപത്തിൽ നീ ആവുക. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് താഴ്മ ചെയ്യുക, മറ്റു മനുഷ്യരുടെ ഇടയിൽ അഹങ്കാരമില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞാൻ അവരിൽ ഒരുവൻ മാത്രമാണെന്ന ചിന്തയിൽ, അല്ലെങ്കിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരൻ ഞാനാണെന്നുള്ള ചിന്തയിൽ ആയി മാറുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശുക്ർ, നന്ദി ചെയ്യുകയും അള്ളാഹുവിന് നന്ദി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവനിൽ ഉണ്ടാകും എന്നാണ്. ഈ മഹത്തായ ഇസ്മും കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, നാം സർവ പോരായ്മകളിൽ നിന്നും പരിശുദ്ധരാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആദരവും ഉന്നതിയും നേടിയവരാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ലാഹിറും ബാത്തിനും, അത് രണ്ടും എല്ലാ നുക്സാനിയത്തുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും പരിശുദ്ധമാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലായി നമ്മൾ മാറ്റുക. മറ്റുള്ളവർക്ക് ഉന്നതിയും ബഹുമതിയും ഉണ്ടാക്കി കൊടുക്കുക, മറ്റുള്ളവരെ പരിശുദ്ധരാക്കുക. അതുകൊണ്ടാണ് തസ്കിയത്ത് ചെയ്യുന്ന, തർബിയത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ അവരൊക്കെ ദുൽ ജലാലി വൽ ഇക്റാം എന്നതുകൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ചവരാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് ബഹുമതി കൊടുക്കുന്നവരാണ്, മറ്റുള്ളവരെ പരിശുദ്ധരാക്കി ഉന്നതരാക്കുന്നവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, കൂമൂലി സയ്യിദിക്കും, നിങ്ങളിലെ സയ്യിദിന്
വേണ്ടി നിങ്ങൾ നിൽക്കുക. ഇതും ഇക്റാമ് ചെയ്യാനാണ് നമ്മോട് കൽപ്പിക്കുന്നത്. ഓരോരുത്തർക്കും അവർക്കുള്ള ഹക്കിനെ കൊടുത്തു വീട്ടുക എന്ന ഒരു ഹദീസും, നമ്മിലെ വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല എന്ന ഹദീസുമൊക്കെ മറ്റുള്ളവർക്ക് ആദരവും ഉന്നതിയും വകവെച്ചു കൊടുക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ നിലക്കാണ് ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇത് അതിൻ്റെ അബ്ജദീയത്ത് കണക്ക് പ്രകാരം നീ പതിവായി ചൊല്ലിയാൽ നിനക്ക് ഇസ്സത്തും പ്രതാപവും ബഹുമതിയും മഹത്വവുമൊക്കെ ഉണ്ടാകും. ചില ഹദീസുകളിൽ അലില്ലൂ ബി യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ആ മഹത്തായ നാമം കൊണ്ട് നിങ്ങൾ ഇല്ലാളു ചെയ്യുക, അഥവാ അതിനെ നിങ്ങൾ സദാസമയത്തും പതിവാക്കുക, അതിനെ നിങ്ങൾ നിർബന്ധമാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്മിനെ കൂടുതലായി നമ്മൾ പതിവാക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയവും ഈ ഇസ്മിനെ ചൊല്ലലിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഹത്വത്തെ, അള്ളാഹുവിൻ്റെ ബഹുമതിയെ ഖൽബ് നേടിയെടുക്കും എന്നാണ്. ഏതു സമയത്തും റബ്ബിൻ്റെ ബഹുമതിയുടെ ആ ഒരു മുറാഖബ, ആ ഒരു ചിന്ത, അല്ലാഹു തആല തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം അവനിൽ നിറഞ്ഞു നിൽക്കും. അള്ളാഹുവിൻ്റെ ഉന്നതി, ആ ഉന്നതി കൊണ്ട് അവൻ്റെ അവയവങ്ങൾ, പ്രത്യേകിച്ച് അവൻ്റെ ഖൽബും അവൻ്റെ സിറുമൊക്കെ പ്രകാശമുള്ളതാകും. അതുപോലെ തന്നെ ഏത് പഴകിയ വ്യാധികൾ, രോഗങ്ങൾ, അതൊക്കെ മാറാൻ ഈ മഹത്തായ ഇസ്മു സഹായകമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. യാദൽ ജലാലി വൽ ഇക്റാം എന്നതാണ് അൽ ഇസ്മുൽ അഅ്ളം എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു ആ ഇസ്മിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മിലേക്ക് ചൊരിഞ്ഞു തരട്ടെ. ആമീൻ.